ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഷോ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ നൊണ മൂവി കാണുന്നത്. ഏകദേശം ഒരു 19% ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് വീക്കാണ് പടം. അപ്പോൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചാൽ പോയതാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടത്തിനെ കുറിച്ച് തന്നെ. അപ്പോൾ രാജേഷ് ഇരുളം ഡയറക്ടർ, ജേക്കബ് യുദ്ധ പ്രൊഡ്യൂസർ, ഹേമന്ത് കുമാർ റൈറ്റർ, രഞ്ജി ഗോപിനാഥ് മ്യൂസിഷ്യൻ, പോൾ ബത്തേരി സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ടെക്നിക്കൽ ടീമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ ലൊക്കേഷൻസ് ഉള്ളൂ, അവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഒക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടത്തിൽ അഭിനയിച്ചുള്ളത്, ഞാൻ പടത്തിൽ കയറാതിരിക്കാൻ മെയിൻ റീസൺ ഉണ്ടായിരുന്നു. ഞാൻ അറിയുന്നതിലുള്ള ആകെ ഇന്ദ്രൻസും പിന്നെ ശ്രീജിത്ത് രവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പുതിയ ആളുകളാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പുതിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഫിലിമിന് കയറാതിരുന്നത്, എത്ര നാൾ കയറാതിരുന്നത്. പക്ഷെ നല്ല ഫിലിമാണെന്ന് അഭിപ്രായം എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല സെക്കൻഡ് ഷോ പടം കണ്ടു. എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ചെറിയൊരു ഫിലിമാണ്. ചെറിയ ക്രൂസ് ഉള്ളൂ, ചെറിയൊരു ലൊക്കേഷനുള്ളൂ, ഒക്കെ പുതുമുഖങ്ങളാണ്. ഡയറക്ടേഴ്സ് ആയാലൊക്കെ പിന്നെ ഇതിൽ അഭിനയിച്ച ആളുകളായാലൊക്കെ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മലയാള സിനിമയിൽ അധികം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ടീമിൻ്റെ ഒരു വിജയം തന്നെ ഞാൻ പറയും. എനിക്ക് പേഴ്സണലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ 27 മിനിറ്റ് നേരം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അത്യാവശ്യം കോമഡി, നല്ല വർക്കൗട്ടാവുന്ന കോമഡി ഇട്ടാ. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അച്ഛനും മോനും തമ്മിലുള്ള ഇമോഷൻസ് ഉണ്ട്. അച്ഛനും അനിയനും തമ്മിലുള്ള, ബ്രദറും തമ്മിലുള്ള ആ ബന്ധം, ഫാമിലിയിലുള്ള ഭയങ്കര പിടിച്ച കുറേ സംഭവങ്ങൾ. ഇവർ നാട്ടുമ്പുറത്തൊരു കള്ള് ഷാപ്പ് നടത്തുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ട്രൈബൽ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വിഷയത്തിനെ പുറത്ത് അനുഭവിക്കുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നല്ല കോമഡികൾ വരുന്നുണ്ട്. ഇന്ദ്രൻസായിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ദ്രൻസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു നാട്ടുമ്പുറത്തുള്ള നിഷ്കളങ്കനായ ഒരു അച്ഛൻ, അത് ഫാമിലി വലുതാണ്, മക്കൾ വലുതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദൃശ്യത്തിൽ ജോർജ് കുട്ടിയാവല്ല, എന്നാലും എന്ത് ചെയ്യും? ആ രീതിയിലുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു ആളാട്ടാ ഇതിൽ ഇന്ദ്രൻസിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചുള്ളത് ബിജു ജയാനന്ദൻ. ആളൊരു ഡ്രാമ ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു, നാടക നടനാണെന്ന് തോന്നുന്നു. കിഡ് പെർഫോമൻസ് ആണ്, നല്ല ഇമോഷൻസ് ഉണ്ട്. കോമഡിയൊക്കെ സിറ്റുവേഷൻ കോമഡി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് രവി ഒരു മാസ്റ്റർ റോളാണ് വന്നിട്ടുള്ളത്. ഗോഡ്വിൻ ചാക്ക് എടുത്തു പറയണം, ഇന്ദ്രൻസിൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അച്ഛനായിട്ടുള്ള ഇമോഷൻസ്, പിന്നെ അവൻ്റെ മനസ്സിലുള്ള വൈകാരിക പ്രോബ്ലംസ് ഒക്കെ കൊണ്ടുവരുന്ന രീതികളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളൊക്കെ ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീല് കിട്ടി. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല കരിയറുള്ളൊരു നടനും കൂടിയാണ്. അതുപോലെ പ്രമാദ് വെളിയനായിട്ട് നമുക്കറിയാം, ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ശിശിര സെബാസ്റ്റ്യൻ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ്. സണ്ണി, ബിജു ജയാനന്ദൻ്റെ വൈഫിൻ്റെ റോളായിട്ടാണ് ചെയ്യുന്നത്. റോയ് സണ്ണി ഒരു ചേട്ടനിയന്മാരാണ്. അതിൽ സണ്ണിയുടെ ഭാര്യയായിട്ടാണ് ചെയ്യുന്നത്. ശിശിര സെബാസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ചെറിയൊരു ക്രൂ ഉള്ളൂ, ചെറിയ ലൊക്കേഷനുള്ള നടക്കുന്ന നമ്മൾ കണ്ടുമെടുത്ത് കേട്ടുമെടുത്തൊക്കെ ഒരു സബ്ജക്റ്റൊക്കെ തന്നെയാണ്. ഒരു 2 മണിക്കൂർ 27 മിനിറ്റുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. പക്ഷെ ആ 2 മണിക്കൂർ 27 മിനിറ്റുകൾ ബോറടിപ്പിക്കാതെ പിടിച്ചു നിർത്താനുള്ള ഒരു വലിയൊരു സംഭവം ഡയറക്ടർ പങ്കുവച്ചിട്ടുണ്ട്. മോശമില്ലാത്ത സ്ക്രിപ്റ്റ് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസുകളും എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് ചെയ്തു. എല്ലാവരും നല്ല പെർഫോമൻസുകളായിരുന്നു. ക്യാമറ ആയാലും ടെക്നിക്കൽ ടീമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചേട്ടനും അനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ അത്, അച്ഛൻ മകൻ തമ്മിലുള്ളത്, അതുപോലെ അമ്മ, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കാവുന്ന ഒരു പടമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് ഈ രീതിയിൽ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റൂമുള്ള ചെറിയ ലൊക്കേഷനിൽ അതിൽ ഇന്ദ്രൻസാണ്, ശ്രീധരവിയാണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ നടന്മാരുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കാവുന്ന ഒരു മൂവി തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പടം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.